ഏയ് ആരാ അത്? എന്താ മേഡം ഈ കാണിക്കുന്നത്? ഇങ്ങനെയാണോ ഒരു സ്ഥാപനത്തിലേക്ക് കയറി വരുന്നത്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ വരും. ആരാ ഈ ഹോസ്റ്റലിലെ വാർഡൻ? അവളെ വിളിച്ചോണ്ട് വാ, എനിക്ക് അവളോട് സംസാരിക്കണം. ഹലോ, നിങ്ങളാരാ? ഞങ്ങളുടെ ഹോസ്റ്റലിൽ കയറി വന്നിട്ട് വാർഡനെ ഒരു ബഹുമാനം ഇല്ലാതെ അവള് എവിടെന്നൊക്കെയാണ് വിളിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ള ഉദ്ദേശമാണെങ്കിൽ അത് വേണ്ട. മര്യാദയ്ക്ക് പുറത്തു പോകുന്നത് നല്ലത്. താൻ ആരോടാടോ പുറത്തു പോകാൻ പറയുന്നതെന്ന് അറിയാമോ? നിങ്ങൾ ആരാ? എനിക്കെന്താ? ബഹുമാനം കൊടുത്താലേ തിരിച്ചു കിട്ടൂ. ആ പെണ്ണും പിള്ളയെ കാണാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. നിങ്ങളിങ്ങനെ ഓരോന്ന് ചെയ്താ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. താൻ പോയി പോലീസിനെയോ പട്ടാളത്തെയോ വിളിച്ചോ, എനിക്ക് പുല്ല. നിങ്ങളെ കണ്ടാ നല്ല അന്തസ്സുള്ള കുടുംബത്തിലാണോ തോന്നുമല്ലോ. പിന്നെ എന്താ ഒരു ബഹുമാനം ഇല്ലാതെ വായി തോന്നുന്നൊക്കെ പറയുന്നത്? അതെ, തന്റെ വാർഡൻ ചെയ്തേന് ഞാൻ ഇത്രയെങ്കിലും ബഹുമാനം കൊടുക്കുന്നുണ്ടെങ്കിലേ കുറച്ച് ഭാഗ്യമായിട്ട് കണ്ടാ മതി. താൻ അവരെ വിളിക്കണോ? പറ്റില്ല. എന്താ ഇവിടെ ഒരു ബഹളം? മാഡം, ഈ സ്ത്രീ നിങ്ങളെ അടുക്കളയിൽ വിളിക്കുന്നുണ്ട്. ഇവരോട് ഞാൻ സംസാരിച്ചോളാം. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിന്നെ ഇങ്ങനൊരു സാഹചര്യത്തിൽ കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാനും അതെ. നിനക്കൊന്നും അറിയാത്ത പോലെ അഭിനയിക്കരുത്. എനിക്ക് തന്ന വാക്ക് മറന്നിട്ട് എന്റെ കുടുംബത്തിന് മീതെ നീ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണോ? നിന്നെ തേടി എന്നെ ഇവിടെ എത്തിച്ചതുവരെ എല്ലാം നിന്റെ പ്ലാൻ ആയിരുന്നു അല്ലേ? ഞാൻ കൈലാഷിനെ കണ്ടുമുട്ടിയത് യാദൃശ്ചികമായി മാത്രമാണ്. ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്തതല്ല. നമ്മൾ ഇങ്ങനെ വീണ്ടും കണ്ടുമുട്ടണമെന്ന് വിധിയായിരിക്കും. നീ എന്താ പറഞ്ഞു വരുന്നേ? നീയും കൈലാഷും തമ്മിലുള്ള ബന്ധം ആരെ കൊണ്ടും തകർക്കാൻ പറ്റില്ലെന്നും വിധി നിങ്ങളെ ഒരുമിപ്പിച്ചെന്നും അല്ലേ? ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല. അതിന് നിങ്ങൾ എന്തർത്ഥം കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല. നിനക്കെന്ത് കുഴപ്പാ ഉണ്ടാകാൻ പോകുന്നേ? നിനക്ക് കുടുംബവും കുട്ടികളും ഉണ്ടോ? ബുദ്ധിമുട്ടുന്നതേ എന്റെ കുടുംബമല്ലേ? വെറുതെ വായി തോന്നുന്ന ഓരോന്ന് പറയരുത്. പറഞ്ഞ നീ എന്ത് ചെയ്യും? എന്റെ മോൻ നീ പറയുന്നതും കേട്ട് എന്ത് ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ നീ ഭീഷണിപ്പെടുത്തുന്നത്? ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. വേറെ എന്തർത്ഥത്തിലാ കൈലാഷിന് വേണ്ടി എന്റെ സ്ഥാനത്ത് നിന്ന് നീ പെണ്ണ് ചോദിക്കാൻ പോയത്? നിനക്കതിന് എന്ത് അവകാശമുള്ളത്? നീ ആരാണെന്ന് എല്ലാരും അറിയിക്കാനായിരിക്കും എനിക്കിഷ്ടമില്ലാത്ത ഒരുത്തിയെ എന്റെ മരുമകളാക്കാൻ നീ ഇത്രമാത്രം കഷ്ടപ്പെട്ടത്. പക്ഷേ നീയെന്നല്ല, ദൈവം വിചാരിച്ച പോലും പാർവതി കൈലാഷിന്റെ ഭാര്യ ആകില്ല. ഇത്രയും കാലം എനിക്ക് ചുറ്റും എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഞാൻ അറിയാതെ പോയി. പക്ഷേ ഇപ്പോ എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ ആര് വിചാരിച്ചാലും എന്നെ എന്റെ മകനെ ഇന്ന് അകറ്റാൻ പറ്റില്ല. അത് പാർവതി ആയാലും നീയാണെങ്കിലും ശരി. വൈകാതെ നിന്നെയും പാർവതിയെയും അവന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അടർത്തി മാറ്റും. കൈലാഷ് എന്നോട് സംസാരിക്കണമെന്നും അവന്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം എന്നോട് പങ്കുവെക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അവനായിട്ട് എന്നോട് അടുക്കാൻ ശ്രമിക്കുമ്പോ ഞാൻ എങ്ങനെ അവനെ തള്ളി മാറ്റുക? അത് തെറ്റാണെന്ന് എനിക്കറിയാം. അതിന് കൈലാഷിനോട് എന്നെ കാണരുതെന്നും സംസാരിക്കരുതെന്നും പറഞ്ഞോളൂ. അതെനിക്കുള്ള ശിക്ഷയായി ഞാൻ കരുതിക്കൊള്ളാം. എനിക്ക് കൈലാഷിന്റെ മീതെ ഒരു അവകാശവും സ്ഥാപിക്കാനുള്ള ഉദ്ദേശവും ഇല്ല. കൈലാഷ് സന്തോഷത്തോടെ ഇരിക്കണമെന്ന് മാത്രം എന്റെ ആഗ്രഹം. കൈലാഷ് അവന്റെ ജീവിതത്തിലെ മുഴുവൻ സന്തോഷവും പാറുവിൽ മാത്രമാണ് കാണുന്നത്. അവൻ ഒരു കാരണവശാലും പാറുവിനെ കൈവിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളോടുള്ള അവന്റെ സ്നേഹം മനസ്സിലായതുകൊണ്ടാണ് അവരെ ഒരുമിപ്പിക്കാൻ ഞാൻ അവനെ സഹായിച്ചത്. നിങ്ങളോ ഞാനോ എന്തിന്? പാറു പോലും എതിർത്താലും കൈലാഷ് അത് അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. മതി, നിർത്ത്.
കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നീ എന്റെ മകനെ മുഴുവനായിട്ട് മനസ്സിലാക്കിയെന്നാണോ നീ കരുതുന്നത്? അവന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ നിന്നേക്കാൾ നന്നായിട്ട് എനിക്ക് അറിയാവുന്നത്. ഇത്രയും കാലം അവനെ വളർത്തി വലുതാക്കിയതൊക്കെ ഞാനാ. അവന്റെ വാശിയും ദേഷ്യവും എല്ലാം കൈകാര്യം ചെയ്യാനൊക്കെ എനിക്കറിയാം. ദേ, നിന്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. കൈലാഷിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനം എടുത്തോളാം. അതില് നീ ഇടപെടരുത്. ഇടപെടുന്നില്ല. ഞാൻ അവനിൽ നിന്നും ജീവിതകാലം മുഴുവൻ അകലം പാലിച്ചോളാം. നിങ്ങൾക്ക് തന്നെയാണ് അവന്റെ മീതെ അവകാശമുള്ളത്. പക്ഷെ ഒരു കാര്യം മറക്കരുത്, മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശരിയാകണമെന്നില്ല. ചിലപ്പോഴൊക്കെ കുട്ടികളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചും തീരുമാനങ്ങൾ മാറ്റണം. നമ്മൾ അവരുടെ മീതെ കൂടുതൽ കരുതൽ കാണിച്ചാൽ അത് അവർക്ക് നിയന്ത്രണമായി മാത്രമേ കാണാൻ കഴിയൂ. അങ്ങനെ സംഭവിച്ച അവര് നമ്മുടെ കൈവിട്ടു പോവും. കൈലാഷ് സീതയുടെ ആഗ്രഹപ്രകാരമുള്ള ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ലേ പാറുവിനെ നിങ്ങൾ സ്വീകരിക്കാത്തത്? വാശി മാറ്റിവെച്ച് കൈലാഷിന്റെ സന്തോഷത്തിനെ കുറിച്ച് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ മകന്റെ സന്തോഷത്തിന് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. നീയും കൈലാഷും തമ്മിൽ തുടങ്ങിയ ഈ ബന്ധം ഇതോടെ അവസാനിപ്പിച്ചോണം. ഇനി മേലിൽ കൈലാഷിന്റെ കാര്യത്തിൽ നീ ഇടപെട്ടാൽ എന്റെ മറ്റൊരു മുഖം നീ കാണും. എന്റെ മകനെ നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. അത് നീ മറക്കരുത്. സീതേ, നീ ഹോസ്റ്റലിലേക്ക് പോയോ? ഓ, അപ്പോഴേക്കും വാർത്ത ഇവിടെ എത്തിയല്ലേ? അപ്പൊ നിങ്ങളെല്ലാരും ഒറ്റക്കെട്ടാണല്ലേ? ഞാനാണ് ഇത്രയും കാലം എല്ലാവരും നല്ലവരാണെന്ന് വിശ്വസിച്ച് മണ്ടിയായത്. നീ എന്തൊക്കെയോ സങ്കല്പിച്ചു കൂട്ടിയിരിക്കുക. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ആദ്യം നീ സമാധാനമായിട്ടൊന്നിരിക്കെ. ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. വിട് സീതേ, എന്റെ പേര് പോലും വിളിച്ചു പോകരുത്. ഇനി ഞാൻ എന്ത് കേൾക്കാനാ ഇവിടെ ഇരുന്ന് തരേണ്ടത്? ഇത്രയും വർഷങ്ങളായിട്ട് എന്നോട് പറഞ്ഞേക്കാ കൂടുതൽ നുണകൾ എന്തെങ്കിലും പറയാനുണ്ടോ? നീ എത്ര വേണമെങ്കിലും ദേഷ്യപ്പെടുകയോ ബഹളം വെക്കുകയോ ചെയ്തോ, ഞാൻ നിന്നെ തടയില്ല.